കഥാപ്രസംഗ പ്രസ്ഥാനത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന വിശ്വസാഹിത്യത്തിലെ ഒരു അനശ്വര കഥാനായിക അനീസ്യ. വിശ്വസാഹിത്യകാരനായ കൗൺലിയോ ടോൾസ്റ്റോയുടെ വിശ്വൈക സുന്ദരിയായ ഒരു അനശ്വര കഥാനായിക അനീസ്യ. ഈ സന്മാനത്തിനും വാത്സല്യത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സഹൃദയരെ സുഹൃത്തുക്കളെ ഇന്നത്തെ കഥാപ്രസംഗ പരിപാടി സമാരംഭിക്കട്ടെ. അഭിവാദനങ്ങൾ. കഥാകഥനം, കഥ പറച്ചിൽ, ഹരികഥ എന്നീ കലാരൂപത്തിന്റെ നവീകരിച്ച രൂപമാണ് കഥാപ്രസംഗം. കഥാപ്രസംഗത്തെ ലോക മലയാളികളുടെ മനസ്സിലൂടെ ഒരു മനുഷ്യ മഹാഗാഥയാക്കി മാറ്റാൻ പ്രൊഫസർ വി സാംബശിവന് കഴിഞ്ഞു. ആയിരത്തി 1949 സെപ്റ്റംബർ 17 ചതയം നാളിൽ കൊല്ലം ചവറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രസ്ഥാപകനും തന്ത്രിയും കൂടിയായ ഷൺമുഖാനന്ദ സ്വാമികളുടെ അനുഗ്രഹത്തോടെ ചങ്ങമ്പുഴയുടെ ദേവത എന്ന കഥ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു. വരുവിൻകടത്തു വഞ്ചിയിൽ വിരവിലക്കരപ്പോ വരുവിൻകടത്തു വഞ്ചി വിരവിലക്കരപ്പോ വരുവിൻകടത്തു വഞ്ചി വിരവിലക്കരപ്പോ. അതോടൊപ്പം കൊല്ലം എസ്.എൻ. കോളേജിൽ പഠനവും ആരംഭിച്ചു. തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികം കണ്ടെത്തുക മാത്രമായിരുന്നില്ല ലക്ഷ്യം. നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ വിളിച്ചോതുന്ന പലതരം കഥകളും കവിതകളും കവിതാ സമാഹാരങ്ങളും കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു. വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ലോകപ്രശസ്തമായ ഒഥല്ലോ, അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായിരുന്ന വയലാറിന്റെ ആയിഷ കഥാപ്രസംഗമാക്കിയപ്പോൾ അതിൽ കേന്ദ്ര കഥാപാത്രമായ അദ്രുമാന്റെ രൂപവും ഭാവവും പ്രേക്ഷകർ കണ്ടനുഭവിച്ചു. എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി, എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി ആയിഷ. ദേഷ്യം വരുമ്പോൾ വിളിച്ചു പറയും, പെണ്ണെ പെണ്ണെ നിന്നെ കത്തി കൊണ്ടായിരിക്കും കളയി കത്തി തൂക്കും. പെണ്ണിന്റെ പേര് ആയിഷ, പെണ്ണിന്റെ ബാപ്പാടെ പേര് അത്രമാൻ. പഠനവും കഥാപ്രസംഗവും കലാസഭയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക ക്ലേശകരമായിരുന്നു സാംബശിവൻ. എങ്കിലും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുക എന്നത് അയാളുടെ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു. 1952 സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരം BJT ഹാളിൽ നടത്തപ്പെട്ടു. സമ്മേളനത്തോടനുബന്ധിച്ച് ഏകാംഗ നാടക മത്സരം ഉണ്ടായിരുന്നു. കൊല്ലം എസ്.എൻ. കോളേജിനെ പ്രതിനിധാനം ചെയ്ത നാടകം തോപ്പിൽ പാസി എഴുതിയ അളിയൻ വന്നത് നന്നായി എന്ന നാടകമാണ്. നാടകം വേദിയിൽ അവതരിപ്പിച്ചത് വി സാംബശിവനും കരട പുരുഷോത്തമനുമാണ്. വേദിക്ക് പിന്നിൽ
ശ്രീശബ്ദം നൽകി അവതരിപ്പിച്ചത് പെരുമ്പഴ ഗോപാലകൃഷ്ണൻ. നാടക മത്സരത്തിൽ നാടകാചാര്യനായ KT മുഹമ്മദിൻ്റെ നാടകവും മത്സരത്തിലുണ്ടായിരുന്നു. എങ്കിലും അളിയൻ വന്നത് നന്നായി എന്ന നാടകമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് സൗഹൃദങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1957 കേരള നിയമസഭാ സ്പീക്കറായിരുന്ന ശങ്കരനാരായണൻ തമ്പിയുമായിട്ടുള്ള സൗഹൃദമാണ്. അത് ആലപ്പുഴ ജില്ലയിൽ എവിടെയോ ഒരു ഭാഗത്ത്, കരുനാഗപ്പള്ളിക്ക് അടുത്തോ മറ്റോ ആണ്. അദ്ദേഹം ഒരു കഥ പറഞ്ഞ് ഇറങ്ങുമ്പോൾ, ആദ്യത്തെ കഥ ദേവത അവതരിപ്പിച്ച് ഇറങ്ങുമ്പോൾ ഒളിവിലിരുന്ന ശങ്കരനാരായണൻ തമ്പി ഈ കഥ കേട്ടിട്ട് മാറി നിൽക്കുകയാണ്. ശങ്കരനാരായണൻ തമ്പി സഖാവിനോട് പറഞ്ഞു, ഈ കലാകാരന് പരിചയപ്പെടണം. അങ്ങനെ ശങ്കരനാരായണൻ തമ്പിയുടെ ഒളിവ് സംഗീതത്തിലേക്ക് സാംബശിവനെ കൂട്ടി ആ സുഹൃത്ത് പോയി. ഭയപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്, ഓർമ്മയിൽ നിന്ന് പറയുന്നത് അങ്ങനെയാണ്. അവിടെ ചെന്നപ്പോൾ ഇരുളാണ്ട് ഒരു കുടിലിനകത്തേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. പിന്നെ ഓലച്ചറ്റപ്പുരയായ ആ കുടിലിൻ്റെ വാതിലടഞ്ഞ് ഒരു മണ്ണെണ്ണ വിളക്ക് തെളിഞ്ഞു. ആ വെളിച്ചത്തിലാണ് ശങ്കരനാരായണൻ തമ്പിയെ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി കാണുന്നത്. അന്ന് ഒളിവിലിരുന്ന ശങ്കരനാരായണൻ തമ്പിയുടെ തലയ്ക്ക് വില പറഞ്ഞിരുന്നൊരു കാലമാണ്. ഒളിവിൽ കഴിഞ്ഞ വിപ്ലവകാരികൾക്ക് ആവേശം പകർന്ന് വിപ്ലവ കഥകൾ കഥാപ്രസംഗത്തിന് പുതിയ കൂടും ഭാവവും നൽകി ജനകീയമാക്കിയ കഥാസാമ്പ്രട്ടാണ് ഈ സംശയം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വയലാറിന് കൊല്ലത്തു നിന്നും ഒരു മാസിക പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ജനാധിപത്യം എന്നാണ് അതിൻ്റെ പേര്. അതിൽ സദാനന്ദൻ എന്ന പേരിൽ ലേഖനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് പ്രൊഫസർ സാംബശിവനാണ്. അദ്ദേഹത്തിൻ്റെ ഉന്നത സൗഹൃദങ്ങളിൽ ഏറ്റവും എടുത്തു പറയത്തക്ക സൗഹൃദം VM ശങ്കരൻ നമ്പൂതിരിപ്പാടുമായിട്ടുള്ളതാണ്. ഭയഭക്തി ബഹുമാനങ്ങളായി ആ സൗഹൃദം കൂടുതൽ ദൃഢമാക്കുന്നത് M ശങ്കരൻ നമ്പൂതിരിപ്പാട് 1970 ഞങ്ങളുടെ വീടായ സാഹിതി നിവാസിൽ വന്ന് 2 ദിവസം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉള്ള ആ ടൂറിൽ അദ്ദേഹം വന്ന് താമസിച്ചത് ഞങ്ങളുടെ വീട്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരും മലയാളം ഫസ്റ്റ് ലാംഗ്വേജായിട്ട് എടുത്തിരുന്നവരാണ്. മലയാളം പേപ്പറിൻ്റെ പരീക്ഷയുടെ തലേന്ന് വരെയും സാംബശിവന് കഥാപ്രസംഗം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ കിട്ടിയത് ഒറ്റ രാത്രിയാണ്. പരീക്ഷയുടെ തലേന്ന് രാത്രി സാംബശിവൻ വളരെ ക്ഷീണിതനായി. പുസ്തകമോ നോട്ടോ തുറന്ന് നോക്കാനോ വായിക്കാനോ അയാൾക്ക് കഴിയുമായിരുന്നില്ല. എൻ്റെ സഹായം തേടി ഞാൻ തറയിലൊരു പായിട്ടിരുന്നു. ഭിത്തിയോട് ചേർന്നാണ് ഇരുന്നത്. സാംബശിവൻ എന്നെ ചാരി കിടന്നു. ഞാൻ ബാലകൃഷ്ണദാസ് സാർ തയ്യാറാക്കി തന്ന നോട്ട് വായിച്ചു. പ്രസക്തമായിട്ടുള്ള വരാവുന്ന പാഠഭാഗങ്ങളും വായിച്ചു. ചിലപ്പോൾ സാംബശിവൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. തട്ടി വിളിക്കും, വീണ്ടും വായിക്കും, വീണ്ടും അയാൾ ഉറങ്ങിയിട്ടുണ്ട്. ചെന്ന് ഉറക്കത്തോടുകൂടെയാണ് പരീക്ഷ എഴുതാൻ സാംബശിവൻ പോകുന്നത്. പ്രത്യേകിച്ച് ഉത്കണ്ഠയൊന്നും കാണിച്ചില്ല. സ്വാഭാവികമായിട്ടും പരീക്ഷ എഴുതി. സെറ്റ് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ക്ലാസ്സിൽ ജയിക്കുകയുണ്ടായി. മറക്കാനാവാത്ത അനുഭവമാണ്. ആയിരത്തി 1970 കേരളം വാശിയേറിയ നിയമസഭാ ഇലക്ഷനെ നേരിട്ടപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായി സൈക്കിൾ ചിഹ്നത്തിൽ ബേബി ജോണിനെതിരെ 1973 കുമാരനാശാൻ്റെ ജീവചരിത്രം ചലച്ചിത്രമായി. മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മധുസാറാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. കുമാരനാശാൻ്റെ വേഷം വളരെ മഹനീയമായി തീരുകയും ചെയ്തു. വീണ്ടും ഇത് കണ്ടിട്ടായിരിക്കാം അദ്ദേഹത്തെ സിനിമ വീണ്ടും തേടിയെത്തി.
പല്ലാങ്കുഴിയിലെ നായകൻ അദ്ദേഹമാണ് കാതികനായി. ആ കാലയളവിലെ പ്രധാനപ്പെട്ട നടന്മാരെല്ലാം തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നായകന് ശബ്ദം നൽകാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. പകരം മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീനിവാസനാണ് സാംബശിവന് ശബ്ദം നൽകിയത്. എഴുപത്തഞ്ച് 76 അടിയന്തരാവസ്ഥ കാലമാണ്. ഒരു കഥ പറഞ്ഞതിന് വേണ്ടി ജയിലിലടയ്ക്കപ്പെടുന്ന ആദ്യത്തെ കലാകാരനാണ് ഒരുപക്ഷെ വി സാംബശിവൻ. അന്ന് ജയിലിലായ വി സാംബശിവനോടൊപ്പം സഖാവ് VS അച്യുതാനന്ദൻ, R ബാലകൃഷ്ണപിള്ള തുടങ്ങിയ അനേകം പ്രഗത്ഭരായ നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ട് എനിക്ക് മറക്കാനാവാത്തൊരു കഥയാണ്. അന്ന് നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ എന്നൊരു ദുരവസ്ഥ നിലവിലിരിക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജനാധിപത്യവാദികൾ പറഞ്ഞു, ഇത് ഏകാധിപത്യമാണ്, ഇത് സ്വേച്ഛാധിപത്യമാണ്, ഇത് ഫാസിസത്തിന്റെ തുടക്കമെങ്കിലും ഇത് പരോക്ഷമട്ടെങ്കിലും പറയണമെന്ന് കരുതി സെലക്ട് ചെയ്ത കഥയാണ് 20-ാം നൂറ്റാണ്ട്. കഥാപ്രസംഗ ശ്രോതാക്കൾ മാത്രമല്ല സുഹൃത്തുക്കളെ, 20-ാം നൂറ്റാണ്ട് കേൾക്കാൻ അന്ന് കൂടിയത്. അന്നത്തെ സർക്കാരും വന്നു. അടിയന്തരാവസ്ഥ സർക്കാർ കഥാപ്രസംഗം കേൾക്കാൻ വന്നു. ഒരു സർക്കാരിനും കഥാപ്രസംഗം കേൾക്കേണ്ടി വന്നിട്ടില്ല. അന്നത്തെ സർക്കാർ കഥാപ്രസംഗം കേൾക്കാൻ വന്നു. സർക്കാർ ഇത് കേട്ടിട്ട് പറഞ്ഞു, കൊള്ളാം, സാംബശിവന്റെ കഥാപ്രസംഗം കൊള്ളാം, ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ 10 മാസത്തേക്ക് എനിക്കൊരു മുറി കിട്ടി, വാടകയില്ലാതെ. ശാപ്പാടും കിട്ടി, നല്ല ശാപ്പാട്, ഉണ്ട, ഗുണ്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ. ആയിരത്തി 1965 വിശ്വവിഖ്യാതമായ സൊഫോക്ലീസിൻ്റെ ആന്റിഗണിയിലെ ഇഡിപ്പസ് കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചു. 66 മലയാള ചലച്ചിത്ര മാന്ത്രികൻ ശ്രീകുമാരൻ തമ്പിയുടെ കാക്കത്തമ്പുരാട്ടി അവതരിപ്പിച്ചു, മഹാവിജയം നേടി. ഈ ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്ന കാലയളവിലാണ് സാംബശിവൻ APSCയിൽ അംഗമാകുന്നു. APSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം വരുമ്പോൾ അതിൽ ഗോപാലനായി വേഷമിട്ടത് സാംബശിവൻ. APSC വടക്കേ ഇന്ത്യയിലേക്ക് പോയപ്പോൾ ബോംബെയിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിന് മറ്റുള്ളവരോടൊപ്പം പോകാൻ സാംബശിവന് കഴിഞ്ഞില്ല. കാരണം കഥാപ്രസംഗം പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റ പരിപാടി നടത്തണം, അതിനുശേഷം ബോംബെയിൽ പോകണം എന്ന് കരുതിയിട്ട് ഫ്ലൈറ്റിലൊക്കെ ബുദ്ധിമുട്ടായിരുന്ന കാലത്ത് ഫ്ലൈറ്റിലാണ് സാംബശിവൻ ബോംബെയിൽ പോയതും നാടകം അവതരിപ്പിച്ചതും പിന്നെ തിരിച്ചു മടങ്ങി വരുന്നതും. കട്ടിൽ കടയുവാനക്കിഴക്ക് കാട്ടിലെ ചന്ദനം തന്നെ വേണം. സാംബശിവന്റെ കഥാപ്രസംഗം നടക്കുന്ന വേദികളിൽ പോകാനും അത് കേൾക്കാനും നല്ല ഒരു ഉത്സാഹമാണ്. ഇത് വരാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദവും കഥ അവതരിപ്പിക്കുന്നതിൻ്റെ ലളിത ഭാഷയിൽ തൊഴിലാളി വർഗത്തിനു വേണ്ടി ഈ പാട്ടുകളും രൂപപ്പെടുത്തി കഥാപ്രസംഗ വേദിയെ സമ്പുഷ്ടമാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീ N. ശ്രീധരൻ, EMS, EK നയനാർ, KR ഗൗരിയമ്മ, AKG തുടങ്ങിയ മുൻനിര വിപ്ലവ നായകന്മാരെല്ലാം ഇദ്ദേഹത്തിൻ്റെ സമയം തേടി ഇദ്ദേഹവുമായി കുശലാന്വേഷണം നടത്താൻ അദ്ദേഹത്തിൻ്റെ വസതിയായ സാഹിതിയിൽ കൊല്ലത്ത് എത്തിച്ചേരുമായിരുന്നു. ആദ്യമായി വിദേശ മലയാളികളുടെ ക്ഷണം സ്വീകരിച്ച് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പോയ കാതികൻ എന്ന ഖ്യാതി പ്രൊഫസർ വി സാംബശിവൻ 1957 സിംഗപ്പൂരിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ഗൾഫ് നാടുകളിലും 1986 അമേരിക്കൻ മലയാളികളുടെ ക്ഷണം സ്വീകരിച്ച് അവിടെയും കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചു. വി സാംബശിവന്റെ
ദേവലോകം എന്ന കഥാപ്രസംഗമാണ് ആദ്യമായി ആഡിയോ ആൽബമായി പുറത്തിറങ്ങിയത്. നിസരി ആഡിയോസാണ് അത് റിലീസ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ധാരാളം കഥകൾ നിസരീസ് പുറത്തിറങ്ങി. അദ്ദേഹം ഒരു കാതികൻ മാത്രമായിരുന്നു, നല്ലൊരു നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കഥകളിലെ അതിസങ്കീർണമായ നാടകീയ രംഗങ്ങൾ അന്നുണ്ടായിരുന്ന ഏതൊരു കവിയേക്കാളും കാവ്യാത്മകമായ രീതിയിൽ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കലാവേദിയിലെ കാൽച്ചിലമ്പൊലി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കലാജീവിതം ഓർമ്മക്കുറിപ്പുകളായി പുറത്തിറക്കിയിട്ടുണ്ട്. 1996 മാർച്ച് 7-ാം തീയതി ആറ്റിങ്ങൽ പാങ്കുളം മാടന്നട മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് അദ്ദേഹം അവസാനമായി കഥാപ്രസംഗം അവതരിപ്പിച്ചത്. 1996 ഏപ്രിൽ 23-ാം തീയതി ആ കഥാപ്രസംഗ ചക്രവർത്തി നാട് നീങ്ങി. ഞാൻ പിന്നീട് എൻ്റെ പ്രിയ ചങ്ങാതിയെ കാണുന്നത് കുട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലെ രോഗശൈലിയിലാണ്. ഞാൻ കടന്നു ചെല്ലുമ്പോൾ സാംബശിവന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എങ്കിലും കണ്ണു തുറക്കുകയും എന്നെ നോക്കുകയും ചെയ്തു. ആ കണ്ണിൽ പ്രകാശം തെളിഞ്ഞു. ചുണ്ടിൽ സഹജമായ ഒരു പുഞ്ചിരി എനിക്ക് കാണാൻ കഴിഞ്ഞു. മലയാളികൾക്ക് സുഖവും ദുഃഖവും കുറ്റവും ശിക്ഷയും ആത്മീയതയും മതാതീത ആത്മീയതയും വിപ്ലവവും ദാർശനിക ചിന്തയും അങ്ങനെ ഒരു മനുഷ്യജീവിതത്തെ സ്പന്ദിക്കുന്ന എല്ലാം ഒരു മൈക്കിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞു പഠിപ്പിച്ച ഗുരുനാഥനാണ് പ്രൊഫസർ വി സാംബശിവൻ. അതുല്യ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഈ സ്മാരകം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. എസ് എൻ കോളേജിൽ വിട്ടപ്പോൾ സാംബശിവൻ എൻ്റെ ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ കുറിച്ചു: മജീദലിയ നമുക്ക് ഇനിയും കാണാനുള്ള പിണ്ടി വിളക്കിൻ്റെ വെട്ടത്തിൽ.